ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടനായിട്ടുള്ള ഒരു വിഭവം കേട്ടോ. ഇതാണ് ചക്കക്കുരുവും ചീരയും കൂടെ വെച്ചിട്ടുള്ള ഒരു തോരനാട്ടോ. ഇത് നമ്മൾ പറമ്പിലും പാടത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ചീരയുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കാണാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചീരയാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഈ പാടത്തൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ ചീര കേട്ടോ. അപ്പോൾ അത് എടുക്കുമ്പോൾ നല്ല തളിര് ഭാഗം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇതാണേ. അപ്പോൾ അത് പറിക്കുമ്പോൾ പിഞ്ചായിട്ടുള്ള ഭാഗം നോക്കിയിട്ട് വേണം പറിക്കാനായിട്ട്. ഇതുപോലെ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു അരക്കപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള ആ തൊലി അധികം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ക്യാൻസറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം വന്ന തൊലി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയ ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചക്കക്കുരു വേകാൻ എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ ചില ചക്കക്കുരു വേവ് കൂടിയതായിരിക്കും, ചിലത് കുറഞ്ഞതായിരിക്കും കേട്ടോ. അത് നോക്കിയിട്ട് വേണം ഇത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കേണ്ട. ഇത് കുറച്ച് ഇതായിട്ട് തന്നെ ചക്കക്കുരു ആയിട്ട് തന്നെ കിടക്കണം കേട്ടോ. അതാണ് ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ലത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം വേവിച്ചെടുക്കാം. ചീര ഞാൻ ഇതുപോലെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലപോലെ മണ്ണുണ്ടാവും. ഈ ചീര കൂടുതലും മണ്ണിലിങ്ങനെ പടന്നാണ് കിടക്കുന്നത്. കുറച്ചൊക്കെ മാത്രമേ മുകളിലോട്ട് പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ കഴുകുക. പിന്നെ ഇതിൽ ചിലപ്പോൾ പൂവുണ്ടാവും. ഇതിൽ പൂവുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറിച്ച് കളഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ പൂ വരാൻ പാടില്ല. പൂവുണ്ടെങ്കിൽ ഇത് ചീര കഴിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന തോരൻ ഈ ചീര ഇങ്ങനത്തെ ചീര വെച്ചിട്ട് മാത്രമല്ല, നമ്മൾ ഏത് ചീര വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കടയിൽ കിട്ടുന്ന ചുമന്ന ചീരയും പച്ച ചീരയൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഈ ചീര കാണിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീരയ്ക്ക് മറ്റേ ചീരേനേക്കാളും ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ചീര അധികം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചില ചക്കക്കുരു ആണെങ്കിലും ഇപ്പോൾ ഇഷ്ടംമാതിരി കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം നമുക്കിതുപോലെ ചീരയാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ചീര ഇപ്പോൾ നല്ലപോലെ പറമ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് അരിയുമ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് അരിയുക കേട്ടോ. അപ്പോൾ ഇത് നല്ല കുഞ്ഞിതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ കുഞ്ഞിതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിൽ ഇത് ചേർക്കത്തില്ല. എന്ന് വെച്ചാൽ ചക്കക്കുരുവിനും ചീരയ്ക്കും രണ്ട് വേവാണ്. അപ്പോൾ ഇത് ലാസ്റ്റേ നമ്മൾ ചേർക്കത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിനുള്ള അരപ്പാണ്. ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 2 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിന്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. അതുമല്ല ഇത് നല്ല വലുതുമാണ്. അധികം എരിവില്ലാത്ത പച്ചമുളകൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ജീരകം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് ക്യാമറ ഓഫായിരുന്നു, അപ്പോൾ അത് കിട്ടിയിട്ടില്ല. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇടികല്ലയിലിട്ടിട്ടോ അല്ലെങ്കിൽ അരകല്ലയിലോ വെച്ചിട്ടോ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേസ്റ്റ് ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേച്ചാൽ മതി, വെള്ളമൊന്നും ചേർക്കാതെ. ഞാനിതിൽ കറിവേപ്പില ചേർത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മുല്ലേൻ്റെ അമ്മ പറയും ഇലക്കറികളിൽ കറിവേപ്പില ചേർക്കാൻ പാടില്ല എന്ന് കേട്ടോ. എറണാകുളത്തൊക്കെ കറിവേപ്പില ചേർക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതിന് റീസൺ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന വ്യൂവേഴ്സിന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാനിത് ഇടികല്ലയിലോട്ട് ഇട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇട്ടിട്ട് ചതച്ചെടുക്കാം. ഇത് കണക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ചതച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ വെള്ളവും പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽ മുളക്,
ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് അരപ്പ് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് ഉപ്പ്, ചീരയ്ക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ വളരെ കുറച്ച് ഇട്ടേച്ചാൽ മതി. ഇത് ഇലക്കറി ആയതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇടുമ്പോഴത്തേക്ക് അത് കൂടിപ്പോവും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് മതി. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. ചക്കക്കുരു വേകുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കണം. നമ്മൾ മുറിച്ചിട്ട അതേ കഷ്ണത്തിൽ തന്നെ ഇരിക്കണം, പക്ഷെ എന്നാൽ ഇത് വെന്തിട്ടുമുണ്ട് അതുപോലെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ചീര വേകാനായിട്ട് വെള്ളം വേണ്ട. അപ്പോൾ അതാ നമ്മൾ പൊഴിച്ചിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ചെറിയൊരു വെള്ളത്തിൻ്റെ ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചീര കുഴഞ്ഞു പോകും. അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെക്കാം. ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒട്ടും കൂട്ടരുത് കേട്ടോ, ചെറിയ ഫ്ലെയിമിൽ ഇട്ടേച്ചാൽ മതി. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചേക്കുമ്പോഴത്തേക്ക് ഒരു ഈർപ്പം വരുമല്ലോ, അതുകൊണ്ട് ഈ ചീര വെന്തേച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിക്കരുത്. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം എന്തായാലും വറ്റിയിട്ടുണ്ട്. വറ്റിയതിന് ശേഷമാണ് ചീര ഇട്ടേക്കുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചീര കുഴഞ്ഞു പോകും. ഇത് ഇച്ചിരി സമയം ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അന്നേരം ഇത് ഇളക്കുമ്പോൾ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കരുത്. തവിയുടെ ബാക്ക് വശം വെച്ചിട്ട് വേണം ഇളക്കാൻ കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഇളക്കിയാൽ, ഈ തവിയുടെ ബാക്ക് വശം വെച്ച് ഇളക്കിയാലേ ഇത് കുഴഞ്ഞു പോകാതെ ഇരിക്കത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെയാണ് ഇളക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ ഇത് നല്ല ഉലർന്ന് കിടക്കും. നമ്മുടെ ചീര വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലാവുന്ന വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് പോയാൽ മാത്രം മതി കേട്ടോ. ഇനി ഇത് അടയ്ക്കേണ്ട. ഇതിന് തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് അതിലെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടൊന്ന് പോയി കിട്ടണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഇത് നല്ല വിട്ടാണ് വരുന്നത്. ഈ ഒരു ടെക്സ്ചറാണ് ഇതിന് വേണ്ടത്. ഇങ്ങനെ ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തിയിടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് വറ്റിക്കൊണ്ടോ. ഇപ്പോൾ എല്ലാം നല്ല വിട്ടാണ് കിടക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ഇടാണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ചീര വെച്ച് മാത്രമല്ല, നമ്മുടെ മറ്റേ സാധാരണ കിട്ടുന്ന നമ്മൾ പച്ചച്ചീരയും ചുമന്ന ചീരയില്ല, അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരത്തോരനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.